ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓണത്തിന്റെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് തന്നെ നമ്മൾ കൽപ്പറ്റയുള്ള സിന്ദൂർ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് പോയത്. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള കൽപ്പറ്റയിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ സിന്ദൂർ എന്ന് പറയുന്നത്. ഭാരതിനെയൊക്കെ പോലെ തന്നെ നല്ലൊരു ഷോപ്പാണ്. നമ്മളത് മേലത്തെ നിലയിലാണ് നമുക്ക് ചുരിദാർ സെറ്റൊക്കെ വരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് വേണ്ടി പോവുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ കടയിൽ. നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അവർ തിരക്കുകൊണ്ട് ഇങ്ങനെ ആൾക്കും ഇങ്ങനെ എടുത്തു തരാനൊക്കെ കുറച്ചത്. അപ്പോൾ ഒരു ചേച്ചി നമുക്ക് രണ്ടാളുണ്ടായിരുന്നു. ഇപ്പുറത്തുള്ള ഒരു ചേച്ചിക്ക് എനിക്കും കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെ എടുത്തു തരുമായിരുന്നു. നമ്മൾ ഫസ്റ്റ് നോക്കിയത് ചുരിദാറിന് സെറ്റാണ്. അപ്പം അമ്മയ്ക്കൊരു ചുരിദാർ എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ആ സെറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പാൻറ്റും ഷാളും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് സെറ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കുകയാണ്. നോക്കുമ്പോൾ മീനും പിന്നെ കുറേ സ്ഥലമൊക്കെ ഉള്ള ഒരു ഷോപ്പാകുമ്പോൾ അവർക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ പറ്റുമൊക്കെ അങ്ങനെ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ചിങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആദ്യം ഡ്രസ്സിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് പിന്നെ അതിന് ഒരു റൂമിൻ്റെ ഉൾപ്പെട്ട് നമുക്ക് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2-3 സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളത് ഇങ്ങനെ തിരഞ്ഞ് നോക്കാം കേട്ടോ, അങ്ങനെ ഓരോന്ന് ഏതൊക്കെയാണ് വേണ്ടതെന്ന്. ഇതിങ്ങനെ നോക്കിയിട്ട് 2-3 ഞാൻ എടുത്തിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണ്ടത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നോക്കിയിട്ട് നമുക്ക് മെറ്റീരിയലും കൂടെ ഒന്ന് നോക്കണം. ഈ പച്ചയൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഇത് പാൻറ്റും ഷാളും ടോപ്പൊക്കെ വരുന്നതാണ്. ഇതെനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല, അപ്പം ഞാനത് എടുത്തിട്ടില്ല. നല്ല തിരക്ക, കുറേ ഇങ്ങനെ വലിച്ചിങ്ങനെ ഇട്ട് കിടക്കുന്നതുകൊണ്ട് അവർ നമുക്കിങ്ങനെ നമ്മൾ പറയുന്നത് തിരഞ്ഞെടുത്ത് തരികയാണ്. ഒരു 2-3 ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇട്ട് നോക്കാനൊക്കെ ഭയങ്കര തിരക്കാണ്. ഞാൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. ഓണത്തിൻ്റെ ഒരു 2 ആഴ്ച മുമ്പായിരുന്നു നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടിരുന്നത്. അപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി ഓണമാകുമ്പോൾ കുറച്ചും കൂടെ തിരക്കും. അപ്പം നമുക്ക് തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതായിട്ട് നമ്മൾ നേരത്തെ പോയിട്ട് എടുത്തത്. ഇട്ട് നോക്കാനായിട്ട് ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയതാണ്. ആദ്യം ഇട്ടത് ഒരു വൈറ്റ് ടോപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇട്ടപ്പോൾ ഒരു ചേരാത്ത പോലത്തെ ഒരു ആലിയ കട്ട് മോഡൽ വരുന്നൊരു ടോപ്പാണ്. ഇതിന് പാൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഷാൾ ഉണ്ടാവില്ല. ഞാൻ ഇട്ട് നോക്കുന്ന സമയത്തൊക്കെ മീൻ നല്ല കളിയാണ്. പിന്നെ അത് ഒന്ന് ഇട്ട് നോക്കിയിട്ട് 2-3 ഞാൻ ഇട്ട് നോക്കിയിട്ട് പിന്നെ മെറ്റീരിയലും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെ ഉണ്ട് കേട്ടോ. കോട്ടൻ്റെതും അതേപോലെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് വരുന്നത്, സിൽക്കിൻ്റെ ഒക്കെ ഒരു മോഡല് മെറ്റീരിയലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ തന്നെ ഉണ്ട്. ഇതൊന്നൊന്ന് നമ്മൾ എടുത്തിരുന്നു. നല്ല രസമുള്ള, കാണാൻ തന്നെ നല്ല രസമുള്ള വർക്കൊക്കെ വരുന്നതാണ്. ഇനി ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് കുറച്ചും കൂടെ മെറ്റീരിയലൊക്കെ വരാനുണ്ടെന്ന് ചേച്ചിയൊക്കെ ഞാൻ ചോദിച്ചാൽ പറയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ എടുത്തിരുന്നു. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽ ഞാൻ എടുത്തിരുന്നു. നമ്മളിതെടുത്ത് ഈ മെറ്റീരിയൽ എടുത്തു. മിനുവിനൊരു ഉടുപ്പെടുത്തു. ആ ഉടുപ്പ് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു അത് കേട്ടോ. ഒരു ഉടുപ്പ് എടുത്തിരുന്നു. ഇത് രണ്ടുണ്ട് നമ്മൾ ഇവിടുന്ന് എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തുണി, നമുക്കൊരു ചൂടൊന്നും എടുക്കാത്തൊരു പോലത്തെ ഞാൻ എടുത്തിരുന്ന തുണി. അത്യാവശ്യം കോട്ടൻ്റെ ഒരു ടൈപ്പ് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇടങ്ങാറാവില്ല എടുത്ത് കഴിയുമ്പോൾ. നമ്മൾ ഡ്രസ്സ് ഇത് 2 മീനുകളിൽ ഉടുപ്പും ഈ മെറ്റീരിയലും കൂടെ എടുത്തിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടുന്ന് അമ്മയ്ക്ക് പറ്റിയൊരു ടൈപ്പ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ വേറൊരു ഷോപ്പിലും കൂടെ പോകണം. വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മളിത് പിന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മളിത് അടുത്ത ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്.
സിന്ദൂർ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ പോയത് സുമംഗലി എന്ന് പറയുന്ന ഷോപ്പിലാണ്. ഇതൊരു പിന്നെ അത്യാവശ്യം നല്ലൊരു ഹോൾസെയിൽ റേറ്റിലൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഷോപ്പാണ്. നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ നല്ല ഡ്രസ്സുകൾ കിട്ടും. പെട്ടെന്ന് അങ്ങനെ നരച്ചൊന്നും പോയില്ല കേട്ടോ. ഇവിടുത്തെ തുണികളൊന്നും നമ്മൾ ഇവിടുന്ന് മീനുവിനൊക്കെ വീട്ടിലിടാൻ ഇഷ്ടംപോലെ ഡ്രസ്സ് വാങ്ങലുണ്ട്. അതുപോലെ എനിക്കും വീട്ടിലിടാനൊക്കെ ഡ്രസ്സൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങാറുണ്ട്. നല്ല തുണിയാണ് എടുത്തത്. നമ്മളിത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചുരിദാറിന്റെ സെറ്റ് നോക്കുകയാണ്. ഈ താത്ത നമുക്ക് പോകുമ്പോൾ നല്ലൊരു നമുക്ക് വർത്താനൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടം തോന്നും. ഈ താത്താൻ്റെ അടുത്ത് നമുക്ക് നമ്മൾ പറയുന്നൊരു ഭയങ്കര ഒരു കൂട്ടായിട്ടാണ് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തരിക. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചും കൊണ്ടൊക്കെ കേട്ടോ. ഇങ്ങനത്തെ താത്ത ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുത്ത് തരുമ്പോൾ നല്ല രസമായി താത്താൻ്റെ വർത്താനം കേൾക്കാനായിട്ട്. അപ്പൊ നമ്മളിവിടുന്ന് 2-3 ടൈപ്പ് ഇങ്ങനെ നോക്കിയായിരുന്നു. അമ്മയ്ക്ക് കോട്ടൺ വരുന്നതാട്ടോ നമ്മളെടുത്തത്. അമ്മ ചുരിദാർ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. 2-3 നോക്കി. നമ്മൾ 2 അമ്മമാർക്കും എടുത്തിരുന്നു കേട്ടോ ചുരിദാർ. 2 പേർക്കും ഒരേപോലെ തന്നെ എടുത്തിരുന്നത്. ഞങ്ങൾ അധികം അവർക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ കളർ ചേഞ്ചിൽ ഒരേപോലത്തെ മോഡൽ ഇരുന്നതായിട്ട് എടുക്കാറുള്ളത് അധികം. ഇന്ന് ഈ ചുരിദാറിൻ്റെ എടുത്തത് 2 പേർക്കും ഒരേപോലത്തെയാണ്. പിന്നെ നമ്മളെ അമ്മയ്ക്കൊരു ടോപ്പ് മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പാൻറ്റും ഷാളും കൂടെ എടുക്കണമായിരുന്നു. ഒരു ക്രീം പാൻറ്റും ഷാളും കൂടെ എടുത്തു. പിന്നെ എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ടൊരു ഫ്രോക്ക് നൈറ്റി ഉണ്ട് കേട്ടോ. ഫ്രോക്ക് നൈറ്റി ഇവിടെ ഇഷ്ടം പോലെ ഫ്രോക്ക് നൈറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള നൈറ്റികളാണ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു നൈറ്റി എടുത്തിരുന്നു. വൈറ്റ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. വൈറ്റ് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് വൈറ്റ് ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഒരുപാട് നൈറ്റികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്രോക്ക് നൈറ്റികളുണ്ട്. ഇന്ന് ഞാനൊരു മെറൂൺ കളറിലൊരു ഫ്രോക്ക് നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അജ്രക്കിൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്നതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സും കൂടെ എടുക്കാണ്ട് മീനുവിനൊക്കെ കുറച്ച് ഡ്രസ്സും കൂടെ എടുക്കാണ്ട്. അതും കൂടെ എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു കുഞ്ഞി പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണിട്ടത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതാണ്. അത് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറന്നു പോകരുത്. എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.